ഷായ്മോനെ ഇനി വിഷമിക്കണ്ട. യൂസ്ഡ് ഫോൺ എടുക്കുന്ന ഇനി ഒരു കുട്ടി ഈ ഒരു ചതിപ്പെടരുത്. സുഹൃത്തുക്കളെ, സമയമുള്ള എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളി. നിങ്ങൾക്ക് ഉപകാരമുള്ള ഫോണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസ്ഡ് ഫോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഫാസിലിക്ക, നമ്മൾ എന്തിന് യൂസ്ഡ് ഫോൺസ് വാങ്ങണം? ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും കൂടിയ സ്പെക്കുള്ള ഫോണുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാനുള്ള ഏറ്റവും നല്ല ഓപ്ഷനാണ് യൂസ്ഡ് ഫോൺ എടുക്കുക എന്നുള്ളത്. അതായത് നമുക്ക് നല്ല രീതിക്ക് റേറ്റ് കമ്മിയായിട്ട് എടുക്കാൻ കഴിയും. അതെ, നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 1 ലക്ഷം രൂപയുടെ ഫോൺ, ഈ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ ഫോൺ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത കുറെ ബയേഴ്സ് ഉണ്ടാവും. ഓരോ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നോൺ ആക്ടിവേറ്റഡ്, അതേപോലെ ജസ്റ്റ് യൂസ് ചെയ്തത്, അങ്ങനത്തെ ഒക്കെ കുറെ കണ്ടീഷൻസ് ഫോണുകൾ വരുന്നുണ്ട്. ഈ ഫോണുകൾ ഒരു MRP 1 lakh ആ പ്രൈസിനൊക്കെ വിൽക്കുന്ന ഫോണ് നമുക്കൊരു 50,000, 60,000, 70,000 ഈ ബഡ്ജറ്റിലൊക്കെ നമുക്ക് ഈ ഫോണുകൾ, അതായത് വാറണ്ടിക്ക് അനുസരിച്ചും കണ്ടീഷൻസ് അനുസരിച്ചും നമുക്ക് റേറ്റ് കുറച്ചിട്ട് നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ യൂസ്ഡ് ഫോണുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് യൂസ്ഡ് ഫോൺ എടുക്കുന്നതിന്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാനൊരു യൂസ്ഡ് ഫോൺ ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്ത് കാര്യമാണ്? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ്. ഇപ്പൊ യൂസ്ഡ് ഫോൺ എന്നല്ല, നമ്മൾ എന്ത് യൂസ്ഡ് പ്രൊഡക്റ്റ് എടുക്കുന്നേരോ നമുക്ക് മെയിൻലി വേണ്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ്. വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇത് വാങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ യൂസ്ഡ് ഫോണിന്റെ പല കാറ്റഗറി ഫോണുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ റീഫർബിഷ്ഡ് ഫോണുകളുണ്ട്, അതേപോലെ നോൺ ആക്റ്റീവ് കണ്ടീഷനിലുള്ള ഫോണുകളുണ്ട്, ജസ്റ്റ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഫോണുകളുണ്ട്, ഇനി യൂസ് ചെയ്ത അതായത് 3, 4, 5 മാസങ്ങളൊക്കെ വാറണ്ടി ഉള്ള പ്രൊഡക്ട്സ് കിട്ടാനുണ്ട്. ഇനി അതല്ലാണ്ട് ഇനി കംപ്ലീറ്റ് കമ്പനി വാറണ്ടികൾ കഴിഞ്ഞ ഫോണുകളും എന്താണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത മാർക്കറ്റിൽ അങ്ങനത്തെ പല ക്വാളിറ്റിയുള്ള ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഏറ്റവും വിശ്വസ്തയോടുകൂടി എടുക്കാൻ പറ്റിയ സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ഫോൺ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഫാസിലിക്ക, നമ്മളെ വീഡിയോന്റെ അടിയിൽ തന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പൊ ബാറ്ററി ചേഞ്ച് ആക്കി പ്രോഗ്രാം ചെയ്ത് കൊടുക്കും, അതല്ല ഈ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ട്. അപ്പൊ ഈ കമന്റിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഈ കമന്റ് എന്ന് പറഞ്ഞാല് പല ആൾക്കാരെ ജെന്യൂൻ ആയിട്ടുള്ള കുറെ ഡൗട്ട്സുകളാണ് ഇത്. കാരണം ഇപ്പൊ മാർക്കറ്റിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ പല ടൈപ്പ് ഓഫ് യൂസ്ഡ് ഫോൺസ് വരുന്നുണ്ട്. ഇപ്പം പല ആൾക്കാരും ഇപ്പൊ ഈ ഫുള്ളി പാനൽ ചേഞ്ച് ചെയ്തിട്ട്, അതേപോലെ ഡിസ്പ്ലേ, ബാറ്ററി, ഇങ്ങനത്തെ സാധനം ബാറ്ററി ബൂസ്റ്റ് ചെയ്തിട്ട്, ഇങ്ങനത്തെ ഒക്കെ പല കണ്ടീഷനിലുള്ള ഫോണുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ എന്തോ എക്സ്പീരിയൻസ് ആയ ആൾക്കാരാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാ നമ്മൾ 14 Pro ആണ് അന്ന് വീഡിയോ ഇട്ട്. അപ്പോ ഈ 14 Proന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇത് ആപ്പിളിന്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ്. ഇതിൽ യാതൊരുവിധ റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഇല്ല. അപ്പൊ അതില് നമ്മളെ കമന്റിൽ വേറെ ഏത് ബോർഡ് അയച്ചു നോക്കിയാൽ നമ്മളോട് ചലഞ്ച് ചെയ്യുന്ന കുറെ കമന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാർക്ക് വേണമെങ്കിലും നമ്മളെ സ്റ്റോറിൽ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ അൺയൂസ്ഡ് കണ്ടീഷനിലുള്ള ഫോണുകൾ അയച്ചിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പാട്ടുകൾ, അതായത് വൺസ് ബാറ്ററി റീപ്ലേസ് ചെയ്ത ഫോണുകൾക്കാണ് അവർ പറഞ്ഞ ഈ കംപ്ലൈൻസുകളും ഇങ്ങനത്തെ ടാഗുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതുവരെ അയക്കാത്ത ഫോണുകളാണ്. അപ്പൊ ഇതില് ഒറിജിനൽ ബാറ്ററി, ഒറിജിനൽ ഡിസ്പ്ലേ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള പക്ക യൂസ് ചെയ്യാത്ത കണ്ടീഷനിലുള്ള 100 ഹെൽത്ത് വരുന്ന ഫോണുകളാണ് ഇത്. നമ്മൾ ഇങ്ങനത്തെ ഫോണുകൾ മാത്രമാണ് ഈ കണ്ടീഷൻ പറഞ്ഞ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഇങ്ങനത്തെ പല ടൈപ്പ് ഓഫ് ഫോണുകൾ വരുന്നത് കൊണ്ടാണ് ആൾക്കാർ എന്താക്കുന്നത് അങ്ങനത്തെ കമന്റ് പറയുന്നത്. അപ്പൊ അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ഇങ്ങനത്തെ പല, അതായത് വീഡിയോയില് എന്താണ് പ്രൈസും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടും പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പല ആൾക്കാർ അങ്ങനത്തെ പല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വർത്ത് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ. അതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പറഞ്ഞ കണ്ടീഷൻസ്, ആ കണ്ടീഷൻസ് തന്നെയാണ് നമ്മൾ എല്ലാ പ്രൊഡക്റ്റിലും ഉണ്ടാകുക. ഓക്കെ, ഇപ്പോ അതിന് എക്സാമ്പിൾ ആയിട്ട് ഇനി 16 Pro എടുക്കുകയാണെങ്കിൽ ഇത് 16 Proന്റെ 100 ഹെൽത്തിൽ വരുന്ന പക്ക നീറ്റ് കണ്ടീഷനിലുള്ള ഫോണാണ്. ഈ ഫോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 100 ഹെൽത്തിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിന് എന്ത് വരുന്നുണ്ട്, കമ്പനി അതായത് ആപ്പിൾ വാറണ്ടി അടക്കം വരുന്നുണ്ട്. അതായത് ഇത് കഴിയുന്നതിന് മുമ്പ് കസ്റ്റമർ സെയിൽ ചെയ്ത ഫോൺ. അതെ, അതായത് ലൈറ്റ് യൂസേജ് ഫോണുകളാണ് ഇത്. ഇതിൽ എന്താ പറഞ്ഞാൽ
മൈന്യൂട്ട് ആയിട്ട് സ്ക്രാച്ചുകൾ പോലും ഇല്ലാത്ത നല്ല നീറ്റ് കണ്ടീഷനിൽ വരുന്ന ഫോണാണ് ഇത്. ബാറ്ററി 100 ബാറ്ററി ഹെൽത്ത് വരുന്നുണ്ട്. അതേപോലെ എന്ന് പറഞ്ഞാൽ 3 മാസം മുതൽ ഏകദേശം 8 മാസം വരെ വാറണ്ടിയും വരുന്ന ഇങ്ങനത്തെ എല്ലാ കളറിലും എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ പല കണ്ടീഷൻസും ഫോണ് നമുക്ക് എന്തുണ്ട് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പൊ എന്താണോ കണ്ടീഷൻസ് ആ കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത്. ഇനി അതിന് പുറമെ നമ്മളെടുത്ത് വരുന്ന സ്റ്റോർ വാറണ്ടിക്ക് കൊടുക്കുന്ന കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് നമ്മളൊരു 1 മന്ത് ബൈബാക്ക് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. അതായത് ഒരു മാസം നിങ്ങളിപ്പോ ഉപയോഗിച്ച് ഫോൺ എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്റ്റോർ എന്താക്കും, ഈ ഫോൺ എന്തെങ്കിലും റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഇനി എല്ലാ റീഫണ്ട് വേണേൽ നമ്മൾ റീഫണ്ടും ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് അത്രക്കും വിശ്വാസമുള്ള പ്രൊഡക്റ്റ് നമ്മൾ അത്രക്കും ചെക്ക് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഒരാൾക്ക് നമുക്ക് എന്താക്കുള്ളൂ, ഒരു കസ്റ്റമറിനെ നമ്മൾ ഫോൺ സെയിൽ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താക്കാം, ഗ്യാരണ്ടിയോട് കൂടി നമ്മളെ കണ്ടീഷൻസ് പറഞ്ഞിട്ട് നമുക്ക് പ്രൊഡക്ട്സ് കൊടുക്കാം. ഇപ്പൊ ഐഫോണിന്റെ യൂസ്ഡിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രൈസ് വേരിയേഷൻസ് വരും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം കണ്ടീഷൻസ് അനുസരിച്ച് ഇപ്പൊ വാറണ്ടി കഴിഞ്ഞ ഫോൺ, ഈ വാറണ്ടി കഴിഞ്ഞ ഫോൺ തന്നെ ചിലപ്പോ ഈ സ്ക്രാച്ചസ്, അതേപോലെ ഇപ്പൊ മെയിൻ ഗ്ലാസ്സിൽ സ്ക്രാച്ച്, ഫോണിന്റെ ഫിനിഷിംഗ് ഒക്കെ അനുസരിച്ച് എന്തുണ്ട്, അതേപോലെ ബാറ്ററി ഹെൽത്ത് അനുസരിച്ചിട്ട് പ്രൈസ് വേരിയേഷൻസ്, പ്രൈസ് പല വേരിയേഷൻസും വരുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ഇപ്പൊ 90 എബോവ് ബാറ്ററി ഹെൽത്ത് ആണെങ്കിൽ കറക്റ്റ് 90 എബോവ് ബാറ്ററി ഹെൽത്തിന്റെ നമ്മൾ പറഞ്ഞ കണ്ടീഷനിലുള്ള ഫോണിന്റെ പ്രൈസ് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എന്താക്കുന്നത്, വീഡിയോസും സെയിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ പല ആൾക്കാർക്കും പല അങ്ങനത്തെ അനുഭവങ്ങളും പല സ്ഥലത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടാണ് എന്താക്കുന്നത് നമ്മളെ കമ്പനിയിലും ഇങ്ങനത്തെ ചലഞ്ചിങ്ങിന് പിന്നെ ഈ ഇങ്ങനത്തെ ചലഞ്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നത് കമന്റ്സ് വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ കണ്ടീഷനിലുള്ള ഫോണ് ആർക്കും ഏത് സമയവും നമ്മളെ സ്റ്റോറിൽ വന്നിട്ട് എന്ത് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ഏത് പറയുന്ന ചലഞ്ചിനും നമ്മൾ റെഡിയാണ്. കാരണം നമ്മൾ ഇതുവരെ എന്തില്ല അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നില്ല. ഇല്ല 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 അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസ്ഡ് ഫോൺ സെല്ലേഴ്സ് എന്ന് തന്നെയാണ്. അതെ. അപ്പൊ ചായ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് യൂസ്ഡ് ഫോൺ എടുക്കുന്നേരം എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഇതേപോലെ, അതായത് ട്രസ്റ്റഡ് ആയിട്ട് ഇത് വിൽക്കുന്ന എത്രയോ സെല്ലേഴ്സ് ഉണ്ട്. അതായത് ഇങ്ങനത്തെ കണ്ടീഷൻസ് തന്നെയുള്ള ഈ സാധനങ്ങൾ നമുക്ക് മാത്രം കിട്ടുന്നതല്ല. അതായത് ഈ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള, ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാർക്കും ഈ കണ്ടീഷനിലുള്ള എല്ലാ ഫോണുകളും എല്ലാവരുടെ അടുത്തും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് എന്താക്കുക, ഈ സാധനം ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എന്താവില്ല, നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും സംഭവിക്കൂല. ഇപ്പൊ 17 Pro ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോണിന്റെ ഇറങ്ങിയ ഫോണാണ്. അപ്പൊ ഇത് സീൽഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാര് നല്ല ഒരു 1,50,000 മുകളിൽ പ്രൈസ് കൊടുത്ത് വാങ്ങുന്ന ഫോണാണ്. ഇത് നമ്മളെടുത്ത് 512 GB എന്ന് പറഞ്ഞാല് നോൺ ആക്റ്റീവ് കണ്ടീഷനിൽ, അതായത് ഇതുവരെ ഇത് ആരും ആക്ടിവേഷൻ പോലും ചെയ്തിട്ടില്ല. ഇതിന്റെ ആക്ടിവേറ്റഡും ഉണ്ട് നമ്മളെ കയ്യില്, നോൺ ആക്റ്റീവ് കണ്ടീഷനും ഉണ്ട്. ഈ ഫോണുകളൊക്കെ നമ്മളെ കയ്യിൽ എന്ന് പറഞ്ഞാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫോണുകൾ നമ്മളെ അടുത്ത് എന്തുണ്ട് ഇപ്പൊ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോ 17 Pro ആണ്. അതേപോലെ നമ്മളെ അടുത്ത് 17 Pro കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 16 Proയിൽ 100 ബാറ്ററി ഹെൽത്തിൽ വരുന്ന വാറണ്ടി ഉള്ള പ്രൊഡക്ട്സ് ആണ്. പിന്നെ നമ്മളിപ്പം പറഞ്ഞ പോലെ 14 Proയിൽ ഇതെന്താ പറഞ്ഞാല് അൺയൂസ്ഡ് കണ്ടീഷനിലുള്ള ഫോണാണ്. ഇതിൽ നമ്മളെ സ്റ്റോർ വാറണ്ടി ഒരു 1 മന്ത് ബൈബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്ന ഫോണുകളാണ്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി ഫ്രഷ് കണ്ടീഷനിലുള്ള ഫോണുകൾ നമ്മളെ അടുത്ത് ഒരുപാട് അവൈലബിൾ ആണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എന്തായിട്ടുണ്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഓരോ മോഡൽ വൈസ് തന്നെ നമ്മൾ എന്താക്കുന്നുണ്ട്, ഡീറ്റെയിൽ അതിന്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള നിലക്ക് ഈ ഒരു കണ്ടീഷൻസ് ഫോണുകളൊക്കെ നമ്മളെ അടുത്ത് അവൈലബിൾ ആണ് എന്നുള്ള ജസ്റ്റ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഫാസിൽ 17 Proന്റെ കേസിൽ പറഞ്ഞു ഇത് ഫോൺ ഓൺലി ആണ്, ബോക്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ ഇതിന് എങ്ങനെ വാറണ്ടി ഉണ്ടോ, ആപ്പിൾ വാറണ്ടി? അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നോൺ ആക്റ്റീവ് കണ്ടീഷനിലുള്ള ഫോണുകൾക്ക് ആക്ടിവേറ്റ് ചെയ്യുന്ന ഡേയ്സ് മുതൽ 1 year വാറണ്ടി കിട്ടും. സിമ്മിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ആക്ടിവേറ്റഡ് ആണെങ്കിൽ എത്ര ദിവസം മുന്നേ ആണോ, അതായത് 1 to 3, 4, 5 days മാത്രമേ ആക്ടിവേറ്റഡ് ഫോണുകൾ ഉണ്ടാവും. ഇതിനും അതേപോലെ തന്നെ 1 year വാറണ്ടീസ് കിട്ടും. പിന്നെ അതേപോലെ ഈ ഒരു ഫോണും ഇതാ ആപ്പിൾ കെയർ വാറണ്ടി ഉള്ളതാണ്. അപ്പൊ നമ്മളതിൽ ഇപ്പോ ആപ്പിൾ കെയർ വാറണ്ടി ഇല്ലാത്ത ഫോണുകളും ഞാൻ പറഞ്ഞതുപോലെ 1 മന്ത് ബൈബാക്ക് ഗ്യാരണ്ടി നമ്മളെ സ്റ്റോർ വാറണ്ടി അഡീഷണൽ വരുന്നുണ്ട്.
നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ നമുക്ക് കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അതിന്റെ എല്ലാ ക്ലാരിഫിക്കേഷൻ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതെ, ഇതേപോലത്തുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇനി വേണോന്നുള്ളത് നമ്മളെ കമന്റ് ബോക്സിൽ വരട്ടെ. അതല്ലേ, നമുക്ക് എന്താക്കാൻ താല്പര്യം ഉണ്ടാവും ചെയ്യാൻ. നിങ്ങളെ കമന്റ് ആണ് നമ്മളെ പ്രചോദനം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, താഴത്ത് കമന്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ്.